സെക്കൻഡ് റിന്യൂവൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുവരെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഭാവിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതുവരെയായിട്ടും കുഴപ്പങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമൊക്കെ റിന്യൂവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മുമ്പ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ സ്റ്റേ പീരീഡ് 90 ഡേയ്സ് സ്റ്റേ പീരീഡുള്ള ആളുകളാണെങ്കിൽ ടോട്ടൽ നമുക്കൊരു 270 ഡേയ്സ് വരെയൊക്കെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും ഓൺലൈനിൽ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട്. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള റിന്യൂവൽ ആട്ടോ. ഒരു 7 മാസം വന്നിട്ടുള്ളതായിരുന്നു. 7 മാസമാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് റിന്യൂവൽ ചെയ്തു, ഇന്ന് സെക്കൻഡ് റിന്യൂവൽ ചെയ്തു. ഇവർക്കിനി ലാസ്റ്റ് എക്സിറ്റ് ഡേറ്റ് കാണിച്ചിട്ടുള്ളത് 3-ാം മാസമാണ്. ഓക്കെ, 3-ാം മാസമാണ്. അപ്പോൾ സെക്കൻഡ് റിന്യൂവൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി പുതുതായിട്ട് വരുന്ന ആളുകൾ, അതായത് 60 ഡേയ്സ് വാലിഡിറ്റി ഉള്ള വിസയിൽ വരുന്ന ആളുകൾക്കും ഇതേപോലെ നമുക്ക് 2 തവണ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അവർക്ക് 270 ഡേ കിട്ടാനുള്ള ചാൻസ് ഇല്ല, അവർക്ക് 180 ഡേയ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ മുമ്പ് മൾട്ടിയിൽ വന്നിട്ടുള്ള ആളുകളുണ്ടാവും, അവർക്കും റിന്യൂവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അവർക്കും 21 മന്ത് വരെ നമുക്ക് സൗദി അറേബ്യയിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പ് ചെയ്യുന്ന രീതിയല്ല, എപ്ഷറിൽ ചെറിയൊരു ഓപ്ഷനിലുള്ള മാറ്റമാണ്. ഇപ്പോൾ ഈ എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് പാസ്പോർട്ട് സെക്ഷനിലാണ് എക്സ്റ്റൻഷനുള്ള ഇത് കാണിക്കുന്നത്. ഓക്കെ, അക്കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇതുവരെ പ്രോബ്ലം ഒന്നുമില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഏതായാലും കിട്ടുന്നുണ്ട്. ഓക്കെ.